നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മിനിസ്റ്റർ ഓൺ എ മിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിനിസ്റ്റർ ഓൺ എ മിഷൻ കൈരളി പീപ്പിൾ ടിവിയും ടൈംസ് ഓഫ് ഇന്ത്യയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടി കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരെയും ജനങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് മുന്നിൽ എത്തിച്ച് സംവാദം നടത്തുന്ന ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏതാനും ആഴ്ചകൾ മാത്രമാണ് മന്ത്രി കസേരയിൽ എത്തിയിട്ടായിട്ടുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു മന്ത്രിക്ക്, അതും നവാഗത മന്ത്രിക്ക്, തൻ്റെ വകുപ്പുകളിൽ ചെയ്യാനുള്ളതെന്ത് എന്ന് നിർണയിക്കാനുള്ള സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീ പി തിലോത്തമൻ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോൾ നമ്മളോട് പറയും. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ബന്ധപ്പെടുന്ന, അവർക്ക് ഏറെ ഗുണകരമായി തീരേണ്ട പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്. അവിടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ സെൻസിറ്റീവായ ഈ വകുപ്പ് കഴിഞ്ഞ കാലങ്ങളൊക്കെ ഒട്ടേറെ ആക്ഷേപങ്ങൾക്ക് വശംവദരായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ നിയമസഭയിൽ തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിനെ ഏറ്റവും ശക്തിയായിട്ട് ആക്രമിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. നിയമസഭ അവതരിപ്പിച്ച വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള അടിയന്തര പ്രമേയം ഏതാണ്ട് കൂടുതലും ഞാനാണ് അവതരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇന്നത്തെ സ്ഥിതിയെ സംബന്ധിച്ച്, കടന്നു പോകുന്ന നാഴ്വഴികളെ സംബന്ധിച്ചെല്ലാം എനിക്ക് പൊതുവിലൊരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാകണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടുകളുമുണ്ട്. ഏറ്റവും പ്രധാനം നമ്മുടെ ഈ പൊതുവിതരണ ശൃംഖല അതിനെ സുതാര്യമാക്കുക, കാര്യക്ഷമമാക്കുക, ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ വളരെ ദീർഘനാളത്തെ പാരമ്പര്യമുള്ള നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം ഇന്ത്യയിലൊട്ടാകെ പേരുകേട്ട ഒന്നായി മാറിയിട്ടുണ്ട്. നമുക്കെല്ലാം തീർച്ചയായും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ആ പൊതുവിതരണ ശൃംഖല ഇന്ന് നേരിടുന്ന കടുത്ത വെല്ലുവിളി, അത് ഏറ്റവും പ്രധാനം ഞാൻ മനസ്സിലാക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനം നടപ്പിലാക്കിയൊരു സ്റ്റേറ്റ് ഏതാണ്ട് അതിലെല്ലാം ഒട്ടേറെ ചോർച്ചകൾ സംഭവിച്ചിരിക്കുന്നു. നിരവധി കേന്ദ്ര സർക്കാരുകൾ മാറി മാറി വന്നപ്പോൾ എന്നാണ്. ഇപ്പോൾ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നടപ്പിലാക്കേണ്ട ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനവും. 2013 നടപ്പിലാക്കിയ നിലവിൽ വന്ന ആക്ട് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റും നടപ്പാക്കി കഴിഞ്ഞു. മേഘാലയ, തമിഴ്നാട്, കേരളം, ഈ 3 സ്റ്റേറ്റാണ് നടപ്പാക്കാൻ ബാക്കിയുള്ളത്.
തമിഴ്നാട് അത് നടപ്പിലാക്കാൻ ജൂലൈ മാസമാണ് അവസാനമായി കേന്ദ്രത്തിന് അവധി ചോദിച്ചിരുന്നത്. ജൂലൈ മാസം കൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കും. അവരേതാണ്ട് അതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് പോകുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെയുള്ളത് കേരളവും മേഘാലയവും മാത്രമാണ്. മേഘാലയ ഒരു ചെറിയ സ്റ്റേറ്റ്, പക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളത്തെയാണ്. കേരളം അവധി പറഞ്ഞ് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് നാളില്ല, നടപ്പിലാക്കിയേ മതിയാവൂ എന്ന ഒരു പതനത്തിലെത്തി നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ NFS നടപ്പാക്കിയ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ ആന്ധ്രാപ്രദേശ് ഞങ്ങൾ പോവുകയുണ്ടായത്. അവിടെ തെലുങ്കാനയിലെ ഒരു റേഷൻ കടയിൽ തന്നെ ഞങ്ങൾ പോയി അവിടെ നടക്കുന്ന സമ്പ്രദായം നന്നായിട്ട് വീക്ഷിക്കുകയുണ്ടായി. ഞാനതിൻ്റെ ആ സമ്പ്രദായം നേരിട്ട് കണ്ടപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആ നടപ്പാക്കിയ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനം അതൊക്കെ ഇന്ന് എത്രയോ അകലെ നിൽക്കുന്നു. ഇന്നിപ്പോൾ നാം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ആനുകൂല്യം കിട്ടുന്നൊരു സ്റ്റേറ്റായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ടുണ്ടായിരുന്ന പ്രിവിലേജ് ഇന്നില്ലാതായിരിക്കുന്നു എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും ഈ പൊതുവിതരണ സമ്പ്രദായം അത് നന്നായിട്ട് നടത്തി ഇന്ത്യക്കാകെ മാതൃക കാട്ടിക്കൊടുത്തവരാണ് കേരളീയർ. അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ വിലക്കയറ്റത്തിൻ്റെ തീരാവ്യാധിയിൽ നിന്ന് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്താൻ ഏറ്റവും നല്ല ഒരായുധമായിട്ട് നാം ഇന്നും ഉപയോഗിക്കുകയാണത്. അതിൻ്റെ കുറവുകൾ പരിഹരിക്കണം, അതിലെ മാലിന്യങ്ങൾ കഴുകിക്കളയണം, അതിനെ കുറെക്കൂടി ശക്തമായ അടിത്തറയിൽ അതിനെ പടുത്തുയർത്തണം, ഉള്ളൊരു ശക്തമായ ഒരു മൂവ്മെൻ്റായിട്ട് അതിനെ കൊണ്ടുപോകണം. ഇതാണ് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് അരിയും ഗോതമ്പും പഞ്ചസാരയും അല്ലെങ്കിൽ മണ്ണെണ്ണയും മാത്രം പോരാ. നമ്മുടെ നിത്യജീവിതത്തിലെ അവശ്യ സാധനങ്ങൾ അത് കാര്യത്തിലും നമുക്ക് നല്ല ഇടപെടൽ നടത്താൻ കഴിയേണ്ടതുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിലാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംസ്ഥാനത്ത് രൂപം കൊണ്ടത്. അതിന്ന് വളർന്ന് പന്തലിച്ച് കേരളത്തിൽ വലിയ വടവൃക്ഷമായി രൂപം കൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, കേരളത്തിലെ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില നിർണ്ണയിക്കാൻ പര്യാപ്തമായ രൂപത്തിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് വളർന്നിരിക്കുകയാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വളർന്നിരിക്കുകയാണ്. 1400-ലധികം വരുന്ന ഔട്ട്ലെറ്റുകളുള്ള ഒരു മഹാപ്രസ്ഥാനമായി. അവിടെ അവശ്യ സാധനങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ മരുന്ന്, പാചകവാതകം, ഡീസൽ ആൻഡ് പെട്രോൾ ഉൾപ്പെടെ വിപണനം ചെയ്യുന്ന വലിയൊരു ശൃംഖലയായിട്ടത് മാറിയിട്ടുണ്ട്. അവിടെയും കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ മെച്ചമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. ഗവൺമെൻറ് ആ ഇനത്ത് മാർക്കറ്റിൽ ഇൻ്റർവെൻഷൻ നടത്താൻ ഈ സ്ഥാപനത്തിനൊട്ടേറെ സഹായം, കോടിക്കണക്കിന് രൂപ സബ്സിഡിയായി നൽകുന്നുവെങ്കിലും അതിൻ്റെ പ്രയോജനം സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് എത്ര അനുഭവവേദ്യമാക്കി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തൊക്കെ ഒരുപാട് പോരായ്മകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളുമാണ്. ആ കാര്യത്തിലൊക്കെ നമുക്ക് കുറ്റമറ്റ ഒരു സമ്പ്രദായമാക്കി അതിനെ മാറ്റണം. കുറെക്കൂടി എഫക്റ്റീവായി മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സംവിധാനമായി നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ മാറ്റണം. ആ അടിസ്ഥാനത്തെ അതിനെ വളർത്തിക്കൊണ്ടുവരണം. കുറെക്കൂടി ഉത്തരവാദിത്വം അതോടൊപ്പം തന്നെ ഏൽക്കണം. ഇപ്പം മരുന്ന് വിപണി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു വർഷം 10,000 കോടി രൂപയുടെ മരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ നിയമസഭയുടെ കാലത്ത് ഒരു നിയമസഭാ സമിതി അന്വേഷിച്ച് റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിച്ചു. ഞാൻ ആ കമ്മിറ്റി സമിതിയിലുണ്ടായിരുന്നതാണ്. 10,000 കോടി രൂപ മരുന്ന് നാം കൺസ്യൂം ചെയ്യുന്ന ഒരു വർഷമെന്നാണ്. അതിൽ നമുക്കറിയാം എത്രയോ ചെറിയ ഒരളവാണ് നമ്മുടെ പൊതു സ്ഥാപനങ്ങൾ രംഗത്ത് പങ്ക് നിർവഹിക്കുന്നത്. ഇപ്പം മരുന്ന് നിർമ്മാണ ഫാക്ടറി KSDP ഞങ്ങളുടെ നാട്ടിലേതാണ്. ആരോഗ്യ കേരളത്തിൻ്റെ അടുക്കളയെന്ന് വിശേഷിപ്പിച്ച് മഹാനായ TV വളർത്തിയെടുത്ത സ്ഥാപനത്തിൻ്റെ ഒരു വർഷം കിട്ടുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ 40-50 ഏതായാലും 100 കോടി താഴെയാണ്.
അതാണ്. ബാക്കി മുഴുവൻ സ്വകാര്യ കമ്പനി. പിന്നെ നമ്മുടെ IDPL നിന്ന് വരുന്നുണ്ടാവും. ഏതായാലും മഹാഭൂരിപക്ഷം മരുന്ന് നാം ഉപയോഗിക്കുന്നത് സ്വകാര്യ മൾട്ടിനാഷണൽ കമ്പനി ഉൽപ്പാദിപ്പിച്ച് തീവിലയ്ക്ക് വിൽക്കുന്ന മരുന്നാണ്. മരുന്നിൻ്റെ വില കണ്ടമാനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ രംഗത്ത് വളരെ ഫലപ്രദമായി ഇടപെടാൻ സപ്ലൈകോയ്ക്ക് കഴിയും. അതുകൊണ്ട് അത് ആ ശൃംഖല കുറേക്കൂടി വിപുലമാക്കണം. അതേപോലെ തന്നെ പാചകവാതകം, ഡീസൽ ആൻഡ് പെട്രോൾ ഉൾപ്പെടെയുള്ള പെട്രോളിയം പ്രോഡക്ട്സ് വിപണന സംവിധാനം കുറേക്കൂടി അവശ്യ സാധനങ്ങൾ വിപണനം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് നിത്യജീവിതത്തിലെ അവശ്യ സാധനങ്ങൾ അത് വലിയൊരു കൊള്ളയ്ക്ക് വിധേയമാക്കി ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു സംവിധാനമാക്കി മൾട്ടിനാഷണൽസും മറ്റ് സ്വകാര്യ വ്യക്തികളും ശ്രമിക്കുമ്പോൾ അവിടെ ന്യായവിലയ്ക്ക് ആ ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്ന ഒരു സ്ഥാപനമാക്കി ഇനിയും മാറേണ്ടതുണ്ട്. സപ്ലൈക്കോ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഫലപ്രദമായി പ്രവർത്തിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ആ സ്ഥാപനത്തെ കുറെക്കൂടി ജനാധിപത്യവൽക്കരിക്കണം, കുറെക്കൂടി സുതാര്യമാക്കണം അതിൻ്റെ പ്രവർത്തനം, അതിനെ കുറെക്കൂടി ശക്തമാക്കുകയും വേണം. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് എല്ലാ സന്ദർഭത്തിലും കിട്ടി അതുകൊണ്ട് മാത്രം നിലനിൽക്കുക, അതല്ല, അല്ലാതെയും വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് നിലനിൽക്കാൻ കഴിയണം. ആ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്നെ നയിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്, ചില മന്ത്രിമാരെ മാവേലി മന്ത്രി എന്നൊക്കെ ആളുകൾ ആദരവോടെ വിളിക്കാൻ ഇടവരുത്തിയ വകുപ്പ്, ചില മന്ത്രിമാരെയെങ്കിലും അതുപോലെ ശകാര പേരുകളും പരിഹാസ പേരുകളും കേൾപ്പിച്ച വകുപ്പ്. ആ വകുപ്പാണ് ഇപ്പോൾ മന്ത്രി കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തോട് സ്വന്തം വിദഗ്ധ അനുഭവങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായി അതിഥികളെ ഇപ്പോൾ ക്ഷണിക്കുകയാണ്. ഈ പൊതുവിതരണ രംഗത്തിൻ്റെ പ്രയോജനം പൂർണ്ണമായി ലഭിക്കുവാൻ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും റേഷൻ കാർഡ് വിതരണം നടത്തുക എന്നുള്ള അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഡോക്യുമെൻ്റ്, റേഷൻ സാധനങ്ങൾ വാങ്ങുക മാത്രമല്ല വിവിധ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഈ റേഷൻ കാർഡിൻ്റെ വിതരണം എല്ലാ ജനവിഭാഗങ്ങളിലും എത്തിച്ചേർക്കുവാൻ മുഴുവൻ ആളുകൾക്കും, കേരളത്തിൻ്റെ മണ്ണിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും നൽകുവാൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അത് പരിഹരിക്കുവാനുള്ള നടപടികൾ അടിയന്തരമായിട്ട് അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. റേഷൻ കാർഡ് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വളരെ ദ്രുതഗതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് റേഷൻ കാർഡ് പുതുതായി നിലവിൽ വന്നത് 2007 5 വർഷം കഴിയുമ്പോൾ റേഷൻ കാർഡ് പുതുക്കി നൽകേണ്ടതായിരുന്നു. 2012 കൃത്യമായിട്ടും പുതുക്കി നൽകേണ്ടതായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് ആ സന്ദർഭത്തിൽ ആലോചിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഫയൽ കൊണ്ട് മനസ്സിലാവുന്നത്. എന്നാൽ 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. ആദ്യം തന്നെ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ തത്വത്തിൽ ആ നിയമം നടപ്പാക്കും എന്ന് തീരുമാനമെടുത്തത് നമ്മുടെ സ്റ്റേറ്റിലാണ്. അപ്പോൾ NFS കൂടി നടപ്പാക്കുന്നതോടൊപ്പം റേഷൻ കാർഡിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റം വരുത്താൻ വേണ്ടി ഗവൺമെൻറ് പിന്നീട് തീരുമാനമെടുത്തു. അപ്പോൾ വീണ്ടും നീണ്ടു. എന്നാൽ NFS കഴിഞ്ഞ 3 വർഷം പിന്നിട്ടിട്ടും എങ്ങും എത്തിയില്ല, ഒരു നടപ്പാക്കൽ നടപടി ഒന്നും എത്തിയില്ല. റേഷൻ കാർഡ് പുതുക്കാൻ അതിൻ്റെ ചില നിബന്ധനകൾ എല്ലാം തയ്യാറാക്കി ആദ്യം ഫാറം പൂരിപ്പിച്ചു, പിന്നീട് ഓൺലൈൻ അതിൻ്റെ കറക്ഷന് വേണ്ടി സമയം കൊടുത്തു, വീണ്ടും ഫാറം പൂരിപ്പിച്ചു. ആ ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് വെച്ചതല്ലാതെ ഒരു നടപടിയും ചെയ്തില്ല. ഏതായാലും ഞങ്ങളിപ്പോൾ ആ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു സമയം പറയാനുണ്ടോ മിനിസ്റ്റർ? ഒരു 4 മാസത്തിനുള്ളിൽ ഞങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തയ്യാറാക്കിയ ഡേറ്റ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച് അതിൻ്റെ ആക്ഷേപം കേട്ട് കുറ്റമറ്റ ഒരു റേഷൻ കാർഡ് വിതരണം ചെയ്യാൻ അല്പസമയം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം, അവർക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ കേൾക്കണം, അവർക്ക് കൂട്ടിച്ചേർക്കാൻ വല്ലതുണ്ടെങ്കിൽ അവസരം കൊടുക്കണം. ഇതിന് അപ്പീൽ ബോഡി ഉൾപ്പെടെ ഇതിന് അപ്പീൽ കേൾക്കാനുള്ള സമയം കൊടുക്കണം. അപ്പോൾ അല്പം സമയം എടുക്കേണ്ടി വരും. അത് ഞങ്ങൾ വളരെ വേഗം പ്രസിദ്ധീകരിക്കും. ഈ സംവിധാനങ്ങളെല്ലാം കമ്മിറ്റികളെല്ലാം നിലവിൽ വരും. ആക്ഷേപം കേട്ട് കുറ്റമറ്റ റേഷൻ കാർഡ് വിതരണം ചെയ്യാൻ ഒരു 4 മാസം വേണ്ടി വരും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ആ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇത് മാത്രമല്ല, ഗവൺമെൻറ് തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് ഇത് റാങ്കിങ് 52% റൂറൽ നാട്ടിൻപുറത്തെ ജനങ്ങളും അവരെത്രയും പേരാണ് മുൻഗണനാ പട്ടിക വരേണ്ടത്. നഗരങ്ങളിലെ 39% ആളുകളാണ് മുൻഗണനാ പട്ടിക വരേണ്ടത്.
എന്നാൽ ഈ ആ ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണനാ പട്ടിക വരുത്താൻ കഴിഞ്ഞ ഗവൺമെൻറ് തീരുമാനമെടുത്തത് താലൂക്ക് അടിസ്ഥാനത്തിലുള്ള റാങ്കിങ് സിസ്റ്റമാണ്. അത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് സ്റ്റേറ്റിനെ ആകെ ഒരു യൂണിറ്റായി എടുത്തുകൊണ്ട് റാങ്കിങ് തയ്യാറാക്കണം. ആ തീരുമാനം ഇപ്പോൾ ഗവൺമെൻറ് എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നീങ്ങുകയാണ്. അത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഞങ്ങൾ ആ നടപടികളായി മുന്നോട്ട് പോകും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ വരുത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ റേഷൻ കാർഡായി. NFS നടപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇപ്പോൾ റേഷൻ കാർഡ് പുതുക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുക എന്നുള്ളതാണ്. പിന്നെ NFS നടപ്പാക്കുന്നതിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഭക്ഷ്യവകുപ്പിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അഴിമതി രഹിത വകുപ്പാക്കി മാറ്റുവാനും ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ അങ്ങ് നടത്തിവരുന്ന ശ്രമങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും അങ്ങയെ അഭിനന്ദിക്കുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സൗജന്യ റേഷൻ അരി നൽകുന്നുണ്ട്. ഏതാണ്ട് 20 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് സൗജന്യമായി അരി നൽകി വരുന്നത്. ഇതിൽ പലരും അനർഹരാണ്. അർഹരായ നിരവധി കുടുംബങ്ങൾ ഇത് ലഭിക്കാതെ ഇന്ന് വലയുകയാണ്. അതുകൊണ്ട് അടിയന്തിരമായും സൗജന്യ റേഷൻ അർഹരായവർക്ക് കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? രണ്ടാമതായി, അന്നപൂർണ പദ്ധതി ആരംഭിച്ചിട്ട് 15 വർഷമായി. ഈ 15 വർഷം അന്ന് തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ചാണ് ഇപ്പോഴും 10 കിലോ അരി സൗജന്യമായി അന്നപൂർണ പദ്ധതിയിലുള്ളവർക്ക് നൽകി വരുന്നത്. 65 വയസ്സിൽ ചേർന്നവരാണ്. 15 വർഷം കൊണ്ട് നിരവധി ആളുകൾ മരിച്ചുപോയി. അവരുടെ പേരിൽ ഇന്നും ഈ അരി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 27,000 ആളുകളിൽ പകുതിയിലധികം പേര് മരിച്ചു പോയിട്ടും മരിച്ചു പോയവരുടെ പേരിൽ ഇപ്പോഴും സൗജന്യമായി 10 കിലോ അരി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തിരമായി ഈ സൗജന്യമായി നൽകുന്ന അന്ത്യോദയ അന്നപൂർണ പദ്ധതിയിലും BPL പദ്ധതിയിലും പെടുന്ന അർഹരായവർക്ക് സൗജന്യ അരി കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? അവസാനം പറഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് അന്നപൂർണ സ്കീം കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന 44,000 ചില്ലുവാനും പേർക്കാണ്. എന്നാൽ നാം ഇപ്പോഴും അവൈൽ ചെയ്യുന്നത് 30,000 ചില്ലുവാനും പേർക്കാണ്. നമുക്ക് ഉടൻ വരെ എത്താൻ കഴിയുന്നില്ല. അതിൽ അനർഹർ ഉണ്ട്, കടന്നുകൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അർഹതയില്ലാത്തവർ വാങ്ങുന്നു എന്നുള്ള ആക്ഷേപം തീർച്ചയായും പരിശോധിക്കപ്പെടുക തന്നെ വേണം. അതിനുള്ള സമയമൊന്നും ഞങ്ങൾക്കായിട്ടില്ല. ഞങ്ങൾ വന്നതേ ഉള്ളൂ, കസേരയിൽ വന്നിരുന്നതേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് സ്ക്രീൻ ചെയ്യാനുള്ള നല്ല അവസരം വരികയാണ്. ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട വേറൊരു കാര്യം വളരെ ശരിയാണ്. അർഹരായ ഒട്ടേറെ BPL കുടുംബങ്ങൾ AAY പട്ടിക നിൽക്കുന്നുണ്ട്. AAY പട്ടികയിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് അർഹതയുള്ളവരാണ് BPL പട്ടികയിൽ കടന്നു വരാൻ. BPL പട്ടികയിൽ നിൽക്കുന്ന കുറേയധികം ആളുകൾ അനർഹരായിട്ടുള്ളവരുമുണ്ട്. ഈ ആക്ഷേപം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ്. ആ പറഞ്ഞ അഭിപ്രായം വളരെ ശരിയാണ്. അതെല്ലാം നമ്മളിപ്പോൾ ഈ റേഷൻ കാർഡ് പുതുക്കി നൽകാൻ വേണ്ടി, പുതിയ റേഷൻ കാർഡ് നൽകാൻ വേണ്ടി നടപടി സ്വീകരിക്കുമ്പോൾ അതെല്ലാം സ്ക്രീൻ ചെയ്യപ്പെടും, അനർഹർ ഒഴിവാക്കപ്പെടും, അർഹരുള്ളവരുടെ മുൻഗണനാ പട്ടിക വരും. അങ്ങനെ കുറ്റമറ്റ ഒരു റേഷൻ കാർഡ് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ സിവിൽ സപ്ലൈ സംവിധാനം ഏതാണ്ട് 80കളിൽ നയനാർ സർക്കാരിൻ്റെ കാലത്ത് ശ്രീ E. ചന്ദ്രശേഖരൻ നായർ മന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വകുപ്പും സിവിൽ സപ്ലൈസ് വകുപ്പും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു ജീർണിച്ച സ്കെലിറ്റനാണ് അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് സങ്കടമുണ്ട്. കാരണം കഴിഞ്ഞ 3 പതിറ്റാണ്ട് കൊണ്ട് നമ്മൾ നേടിയ സാധനങ്ങളെ പുറകോട്ടടിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ഈ വകുപ്പിൽ നടന്നിട്ടുള്ളത്. ഒരു ഉപഭോക്താവിൻ്റെ കൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഏറ്റവും നല്ല സാധനം മിതമായ വിലയ്ക്ക് കൊടുക്കാനാണ് സിവിൽ സപ്ലൈസ് തയ്യാറാവേണ്ടത്. പക്ഷേ ഇന്ന് ലോ ക്വാളിറ്റി ഐറ്റംസ് ഫോർ ലോ പ്രൈസ് എന്നുള്ള ഒരു പോളിസിയിലേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഈ വകുപ്പിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനുഭവം. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ഇപ്പോൾ കടയിൽ പോയാൽ നല്ല പുഴുക്കലരി കിട്ടുമെന്ന്. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ഒരാൾ ചോദിക്കുന്നത്, അയ്യോ ഇതിനകത്ത് മുഴുവൻ പുഴുവാണല്ലോ എന്ന്. അതുകൊണ്ടാണ് നല്ല പുഴുവുള്ള അരി കിട്ടുമെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നത്. ഇത് തമാശ ആണെങ്കിൽ പോലും ഏതാണ്ട് അതിനടുത്ത് വരുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് ജനസമൂഹത്തിന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ശക്തമായ ഇടപെടൽ വേണം. സിവിൽ സപ്ലൈസ് ആരംഭിച്ചത് തന്നെ
ഇടനിലക്കാരനെ ഒഴിവാക്കിക്കൊണ്ട് കർഷകനിൽ നിന്നും നേരിട്ട് ഉപഭോക്താവിലേക്ക് ഭക്ഷ്യവസ്തു എത്തിക്കാൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പല ഉദ്യോഗസ്ഥരും എളുപ്പപ്പണിക്ക് മിഡിൽ മെന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയും അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ മിഡിൽ മെൻ വന്നു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകേണ്ട ലാഭം നഷ്ടപ്പെടുകയും, അപ്പോൾ ആ ലാഭം നഷ്ടപ്പെട്ടത് കവർ ചെയ്യാനായിട്ട് ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ സ്റ്റോറുകളിൽ വന്ന് കയറുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഈ തരത്തിലുള്ള ഒരു ലോ ക്വാളിറ്റി കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് മാറാൻ, മുൻപത്തെ ആ പ്രതാപകാലത്തേക്ക് സിവിൽ സപ്ലൈസ് വകുപ്പിനെ കൊണ്ടുപോകാൻ അങ്ങക്ക് ഭാരിച്ച ജോലികളുണ്ട്, ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. എങ്കിൽ പോലും അങ്ങക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുമല്ലോ അതിന്. അതെന്താണെന്ന് അറിഞ്ഞേക്കുള്ള. ഒന്ന്, താങ്കൾ വ്യക്തമാക്കിയത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണോ സപ്ലൈക്കോയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണോ എന്നത് വേർതിരിച്ച് വ്യക്തമാക്കേണ്ടതുണ്ട്. അതാണൊരു പ്രശ്നം. നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അത് സ്കെൽട്ടനായി എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അലോക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ കുഴപ്പമല്ല. നമുക്ക് അരിയും ഗോതമ്പും ഒക്കെ മുമ്പ് ആഴ്ചയിലാണ്. ഞാൻ റേഷൻ കടയിൽ പോയി കാർഡ് വായ്പ അരി വാങ്ങുന്ന ഒരാളായിരുന്നു. ഇന്നതല്ലല്ലോ, ഒരു മാസത്തേക്കാണ് നമുക്ക്. ആ APL BPL തരംതിരിവ് വന്നു, 2 തരം കാർഡ് വന്നു. APLകാർക്ക് കുറച്ച് പേർക്ക് നമ്മൾ സ്റ്റേറ്റ് ഒരു ചെറിയ ആനുകൂല്യം കൊടുക്കുന്നു, കേന്ദ്രം ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ BPLകാർക്ക് ഇത്ര കിലോ അരി, അതും അളവ് കുറഞ്ഞു വരികയല്ലേ. ഓരോ ദിവസം ചെല്ലുന്തോറും അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മണ്ണെണ്ണ ഇപ്പോൾ കണ്ണിലൊഴിക്കാനും അത്ര തരുന്നത് 1/2 ലിറ്റർ 1 ലിറ്ററൊക്കെയാണ് ഇപ്പോൾ തരുന്നത്. അപ്പം അത് പരമാവധി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ നിയമത്തിൽ പറയുന്ന 3 വർഷത്തേക്ക്, 3 വർഷം തീർന്നു ആക്ട് വന്നതിന് ശേഷം. അപ്പോൾ ഏതായാലും നമുക്ക് തരുന്നുണ്ട് പറഞ്ഞ അളവിൽ. എന്നാലും പഴയ അളവുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് തരുന്ന അരിയും ഗോതമ്പും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ സ്കെൽട്ടൺ ആക്കിയത് നമ്മളല്ല ഉത്തരവാദി. നമ്മൾ പിന്നെ കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന ചില തരക്കേടുകളാണ്. അത് ഗവൺമെൻറ്റുകൾ മാറുമ്പോഴാണ് ആ തരക്കേടുകൾ മാറുകയും അല്ലെങ്കിൽ കൂടുകയും ചെയ്യുന്നത്. ഏതായാലും ഞങ്ങളത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. FCI വരുന്ന അരിയാണ് നമ്മൾ റേഷൻ ARDയിലേക്ക് കൊടുക്കുന്നത്. അവിടെ നമുക്ക് വേറെ അരി കൊടുക്കാൻ സാധിക്കില്ല. ആ അരി മാറ്റി കൊടുക്കുക, ആ അരി നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ വരുന്ന പുഴുക്കലരി താങ്കൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ കുത്തരിയാണ്. നമ്മുടെ പാലക്കാടും കുട്ടനാടും പാടശേഖരങ്ങളിലെ നെല്ല് സപ്ലൈക്കോ സംഭരിച്ച് അത് പ്രോസസ്സ് ചെയ്യാൻ സ്വകാര്യ മില്ലുടമകളെ ഏൽപ്പിക്കും. അവർ പ്രോസസ്സ് ചെയ്ത് തരുന്നത് CMR എന്ന നാമധേയത്തിൽ നമ്മൾ റേഷൻ കടകൾക്ക് കൊടുക്കും. ആ അരിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങൾ വരുന്നു എന്ന് പറയുന്നത്. ഞങ്ങൾ വളരെ ശക്തമായി പരിശോധിക്കുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആലോചിക്കുക തന്നെ ചെയ്യും. അവിടെ വന്ന് ഒരു വിട്ടുവീഴ്ചയുടെയും പ്രശ്നം ഉദിക്കുന്ന കാര്യം ഞങ്ങളുടെ മുമ്പിലില്ല. ഒരു മണി അരിയും ചോരരുത്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നടപ്പാക്കുമ്പോൾ ഞങ്ങൾ കർശനമായും ഉറച്ചു നിൽക്കുന്നത് ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്ന അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഒരു മണി അരി പോലും ഗോതമ്പ് പോലും ചോർന്നു പോകാതെ ഗവൺമെൻറ് എന്ത് നിശ്ചയിക്കുന്നുവോ അത് യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്തണം എന്നാണ്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിന് നല്ല തയ്യാറെടുപ്പ് വേണം, നന്നായിട്ട് ഒരുങ്ങേണ്ടതുണ്ട്. അത് നമ്മുടെ സംവിധാനത്തെ ആകെ അതിനെ അനുകൂലമാക്കി മാറ്റേണ്ടതുണ്ട്. അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് നാളെ ഒരു മാസത്തിനുള്ളിൽ റേഷൻ കാർഡ് അടിച്ചു കൊടുക്കാം, അതുപോലെ ഇതാകെ സംവിധാനത്തെ ആകെ മാറ്റണം. അതോടൊപ്പം തന്നെ നമ്മൾ സമൂഹത്തെ തന്നെ പുതിയൊരു അവബോധത്തിൽ കൊണ്ടുവരണം. അതിന് വിവിധ രൂപത്തിലുള്ള ചർച്ചകളും ഇനിയും ആവശ്യമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ കൃഷിക്കാരിൽ നേരിട്ട് ഉൽപ്പന്നം വാങ്ങുന്നു, അതൊക്കെ ഞങ്ങളിപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈക്കോ സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് കൃഷിയിടങ്ങളിൽ പോയി ഉൽപ്പാദന കേന്ദ്രത്തിൽ പോയി സംഭരിക്കണമെന്നാണ്. അതെങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ളത് ഞങ്ങൾ പഠിക്കുകയാണ്. ഞങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ ആക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ പർച്ചേസ് ചെയ്യുന്ന അരികളും മറ്റു വസ്തുക്കളും എന്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് റീറ്റെയിൽ ഷോപ്പിലേക്ക് കൊടുത്തുകൂടാ? എന്തിനാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഈ സ്വകാര്യ വ്യക്തികളുടെ അധീനതയിലുള്ള ഹോൾസെയിൽ ഡീലേഴ്സ് അവരുടെ ഗോഡൗണിലേക്ക് എത്തിച്ചതിന് ശേഷം അവിടെ നിന്നും നല്ല ഗുണമേന്മയേറിയ അരികളും മറ്റു വസ്തുക്കളും സ്വകാര്യ ബ്രാൻഡഡ് അരി സ്ഥാപനങ്ങളിലേക്ക് മറിച്ചു വയ്ക്കുകയും
ഗുണനിലവാരം തീർത്തും കുറഞ്ഞ, നേരത്തെ ഈ സുഹൃത്ത് പറഞ്ഞ പോലുള്ള പുഴുക്കളടങ്ങുന്ന വൃത്തിഹീനമായ അരികൾ റേഷൻ ഷോപ്പിലേക്ക് വരുന്നത് ഈ ഹോൾസെയിൽ ഡീലേഴ്സ് എന്ന് പറയുന്ന ഈ ഇടനിലക്കാരെ ഒഴിവാക്കിയാൽ നമുക്ക് നല്ല ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ റേഷൻ കടയിലൂടെ വിതരണം ചെയ്യാൻ സാധിക്കത്തില്ലേ? അപ്പോൾ ഈ സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലുള്ള ഈ ഹോൾസെയിൽ ഡീലേഴ്സിനെ അവസാനിപ്പിച്ചുകൂടെ? ഡയറക്റ്റായിട്ട് സിവിൽ സപ്ലൈസിൽ നിന്നും ഈ നമ്മുടെ റേഷൻ കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്താൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഫലപ്രദമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന 4 വകുപ്പുകളിലൊന്ന് സിവിൽ സപ്ലൈസ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ അവർ ഡേ ബൈ അവർ അപ്രോച്ച് ചെയ്യുന്നത് റേഷൻ കടകളിലാണ്. ഈ റേഷൻ കടകളെക്കുറിച്ച് ഒരുപാട് പരാതികൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. റേഷൻ കടയിൽ നിന്ന് കൃത്യമായ രീതിയിലുള്ള വിഹിതം ലഭിക്കുന്നില്ല. 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് ലഭിക്കുന്ന അരികൾ അവർ മറിച്ചു വയ്ക്കുന്നു. എണ്ണയുടെ അവരുടെ ഉപഭോക്താവിന് വേണ്ട രീതിയിലുള്ള അളവുകൾ കിട്ടുന്നില്ല. പഞ്ചസാരയിൽ കൃത്രിമം കാണിക്കുന്നു. എന്തുകൊണ്ട് ജനകീയമായിട്ടുള്ള ഒരു അടിത്തറ ഈ കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങളുടെ ഒരു നോട്ടം അല്ലെങ്കിൽ ജനകീയ സമിതികൾ ഓരോ റേഷൻ കടകളിലും ശ്രദ്ധിക്കുവാനുള്ള സമിതികൾ രൂപപ്പെട്ടതുകൂടുകൂടാ? അങ്ങനെ ഈ പൊതുവരുടെ സമ്പ്രദായത്തെ കുറച്ചുകൂടെ സുതാര്യമായി ജനങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുമോ? ഇതാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ഒരു കാര്യത്തിൽ വ്യക്തപ്പെടുത്താനുണ്ട്. സിവിൽ സപ്ലൈസ് വിഭാഗത്ത് കൊള്ളയടി നടക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. മൾട്ടിനാഷണൽസും സ്വകാര്യ കമ്പനികളും ഓരോ ദിവസം തോറും വില വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് എതിരായിട്ട് നമ്മുടെ ഈ സംവിധാനം പ്രവർത്തിക്കണം എന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ താങ്കൾ പറഞ്ഞ ഈ ഇടനിലക്കാർ, റേഷൻ വിതരണത്തിലെ ഹോൾസെയിൽ കട ഉടമകളെ എന്തുകൊണ്ട് നമ്മളിനിയും അവർ ഉപയോഗപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവരുടെ ഇതുമായി ബന്ധപ്പെടുത്തുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായൊരു കാര്യമാണ്. പക്ഷെ ഇത് നമ്മുടെ റേഷൻ സംവിധാനം ഉണ്ടായ കാലം തൊട്ട് തുടങ്ങുന്നതാണത്. നമുക്കെന്നാലും വേണ്ടത്ര അടിസ്ഥാന സൗകര്യം ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഇപ്പോൾ NFS നടപ്പാക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഗവൺമെൻറ് ആക്റ്റിൽ പറയുന്ന ഒരു കാര്യം, FCI അരി ലിഫ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഗോതമ്പ് ലിഫ്റ്റ് ചെയ്താൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തോടെ ARDയിലേക്ക് എത്തിക്കണമെന്നാണ്. ഡോർ ടു ഡോർ ഡെലിവറിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഇതിനിടയിൽ ആരുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം പ്രായോഗികമായി ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, നമുക്ക് ആവശ്യമായ ഗോഡൗൺ ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വാടകയ്ക്കെടുത്താണ്. ഗോഡൗൺ ഫെസിലിറ്റീസിന് സ്വന്തമായി ഇല്ലാത്തതുകൊണ്ട് വാടകയ്ക്കെടുക്കുകയാണ്. എത്ര അധികം രൂപയാണ് വാടക കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ പ്രോജക്റ്റായിട്ട് നമ്മൾ തയ്യാറാക്കണം. ഈ ആക്ട് നടപ്പാക്കിയാൽ ഏറ്റവും പ്രധാനമായിട്ട് നാം ചെയ്യേണ്ടത് പടിപടിയായി ഘട്ടം ഘട്ടമായി ഗോഡൗൺ നിർമ്മിച്ച്, ആക്ച്വലി തന്നെ പറയുന്ന ഒരു ബ്ലോക്കിലൊരു ഗോഡൗൺ വേണമെന്നാണ്. അപ്പോൾ അങ്ങനെ നിർമ്മിക്കുന്നതനുസരിച്ച് അത്രയും കാര്യങ്ങളും സ്വകാര്യ വ്യക്തിയുടെ ഗോഡൗൺ ഉപേക്ഷിച്ച് അങ്ങനെ നമുക്ക് സമ്പൂർണ്ണമായി ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ, FCI മുതൽ ഇങ്ങോട്ട് ARD വരെ ഗവൺമെൻറ് കൺട്രോളിൽ. പിന്നെ അവിടെ ARD ചെല്ലുന്ന ഗുണഭോക്താവ് അവരുടെ തമ്പ് ഇംപ്രഷൻ എടുത്താൽ അപ്പോൾ അവൻ എത്ര കിലോ അരി എത്ര കിലോ ഗോതമ്പ് അത് വെയിറ്റ് കറക്റ്റായിട്ട് വെക്കുമ്പോഴാണ് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സംവിധാനത്തേക്ക് വരികയാണ്. അവിടെ 1 മണി അരി ചോരാൻ പോകുന്നില്ല. അപ്പോൾ ആ സമ്പ്രദായത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ അതിന് ഇടയ്ക്ക് വേറെ ആരും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പ്രശ്നം എന്തായാലും നമുക്ക് ഗോഡൗൺ വേണം. നമുക്ക് ഗോഡൗൺ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇന്നുള്ള ഗോഡൗണൊക്കെ നമുക്ക് അങ്ങനെ സൗകര്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഇടനിലക്കാരില്ലാത്ത ഒരു വിതരണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സ്വകാര്യ ഹോൾസെയിൽ ഡീലേഴ്സിനെ ഒഴിവാക്കിയാൽ കേരളത്തിലെ ഒരു വിപ്ലവകരമായ തീരുമാനമായിരിക്കും. സാധാരണ ജനങ്ങൾ അത് പ്രതീക്ഷിക്കുന്നു, ഈ കൊള്ളയെടുത്ത് മാറ്റിയെടുക്കാൻ. നമ്മളിപ്പോൾ ഇതാണ് ആക്ട് പറയുന്നത്. ആക്ട് നടപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നടപ്പാക്കാനുള്ള ശ്രമത്തിനാണ്. അപ്പോൾ അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഗോഡൗൺ ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. ആ വിഷയം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും, എങ്ങനെ വേണോ എന്നതിനെ സംബന്ധിച്ച്. പിന്നീട് താങ്കൾ പറഞ്ഞത് റേഷൻ കടകളിലെ കാര്യങ്ങളാണ്. അതവിടെ വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല ഇനി. അതായത് നമ്മൾ ഈ 3-4-5 മാസം കൂടി എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളും ഇതൊക്കെ ഉണ്ട്. കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുവിതരണ സമ്പ്രദായമായിട്ട് രാജ്യം അംഗീകരിച്ചത് കേരളത്തെയാണ്. ആ കുറ്റങ്ങളും കുറവുകളും നിലനിൽക്കുകയാണ്. എന്നാലും അത് പരമാവധി എങ്ങനെ കുറച്ചു കൊണ്ടുവരാൻ നമ്മുടെ കുറ്റം, നമ്മുടെ കുറവുകൾ, അതിനാണ് ഞങ്ങൾ ഇടപെട്ടുകൊണ്ട്. മിനിസ്റ്റർ നേരത്തെ APL BPL കാർഡ് ഇപ്പോൾ പുതുക്കുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നിട്ട് BPL APL കിടക്കുകയാണ്. അതിനെ തിരിച്ച് BPL കൊണ്ടുവരാനുള്ള സംവിധാനം, ഒരു കുറ്റമറ്റതായ ഒരു സംവിധാനം, അത് എങ്ങനെയാണ് അതിനെ ഉദ്ദേശിക്കുന്നത് മിനിസ്റ്റർ? ഇതുവരെ BPL
APL ആയിട്ട് കിടക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 80.87 ലക്ഷം റേഷൻ കാർഡുകളാണ്. അതിൽ നമുക്ക് BPL കാർഡ് എന്ന് പറയുന്നത് 14.56, കൃത്യമായി പറഞ്ഞാൽ 14 സംതിങ് 14 ലക്ഷത്തിൽ പരം BPL കാർഡുകളും 5.91 ലക്ഷം AAY കാർഡുകളുമാണ് നമ്മുടെ സംസ്ഥാനത്തിൽ. എന്ന് പറഞ്ഞാൽ AAYയും BPLും കൂടി ചേരുമ്പോൾ 20 ലക്ഷത്തിൽ ചില്ലുവാനും വരും. ബാക്കി വരുന്നത് APL ആണ്. അപ്പോൾ നമ്മുടെ അളവ് ഇതാണ്. നമ്മളെ ചെരുപ്പ് കാലിനനുസരിച്ച് മുറിക്കണമെന്ന പരുവത്തിലാണ് നമ്മുടെ ഇടപാട് മുഴുവൻ. ഇനിയിപ്പോൾ റൂറൽ ജനങ്ങളിലെ 52%, നഗരങ്ങളിലെ 39%. ഇത്രയും പേര് പ്രയോറിറ്റി സെക്ടറിലാകാവൂ. ഈ ആക്ടിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് കർശനമായ ആക്ടിലൂടെ പറയുന്ന കാര്യം അതാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഷേപ്പ് ചെയ്യാൻ പോണത്. അപ്പോൾ AAY BPL ചേർന്നാൽ 20 ലക്ഷമാണ് കാർഡാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കാർഡും അതിനേക്കാൾ കൂടുതൽ അംഗങ്ങളും മുൻഗണനാ പട്ടികയിലിരിക്കുമ്പോൾ വരും. അപ്പോൾ ഒരു കാര്യം എന്താ മനസ്സിലാക്കണം, ഒരാളിന് 5 കിലോ ധാന്യമാണ്. മുമ്പ് BPL 25 കിലോയാണ്. അതില്ല. AAYക്ക് 35 കിലോ കിട്ടും. BPL ഇടപാടൊന്നും ഇനിയില്ല. ഇനി മുൻഗണന ഇതര. അപ്പോൾ മുൻഗണന ഇതര എന്ന് പറയുന്ന വിപുലമായ ജനസഞ്ചയത്തിൽ AAY APL SS എന്ന വിഭാഗത്തെ നമ്മൾ ചെറിയ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ SS വിഭാഗത്തെ കൂടി നമ്മൾ കൊണ്ടുവരണം. അത് സ്റ്റേറ്റിൻ്റെ ഈ പരാതി പറയുന്നത് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് 18 വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ചാണ് ഇപ്പോഴും BPL ലിസ്റ്റ്. അതുകൊണ്ടാണ് ഈ പരാതി ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകുന്നത്. അതിപ്പോൾ നമ്മുടെ ഈ കാർഡിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ പ്രസിദ്ധീകരിക്കുമ്പോൾ എനിക്ക് അനർഹമായ ഞാൻ അത് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അയൽപക്കത്തെ ആൾ റിപ്പോർട്ട് ചെയ്യും. ശരിയല്ല ഇത്. അപ്പോൾ അങ്ങനൊരു നല്ലൊരു നിരീക്ഷണം, ആക്ഷേപം കൊടുക്കാനുള്ള സന്ദർഭം, പിന്നെ കമ്മിറ്റികളുടെ പരിശോധനകൾ, ഇതെല്ലാം വരുമ്പോൾ കുറ്റമറ്റതാക്കി അർഹരെ ഉൾപ്പെടുത്താനും അനർഹരെ ഒഴിവാക്കാനും കഴിയുന്ന ഒരു സന്ദർഭം വരികയാണ് നമ്മുടെ മുമ്പിൽ. അത് റേഷൻ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ അത് നന്നായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത് കുറ്റമറ്റ റേഷൻ കാർഡ് വിതരണം ചെയ്യുമ്പോൾ ഈ പറയുന്ന പരാതി പരിഹരിക്കപ്പെടും. സാറേ, ഇപ്പം തന്നെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ APL BPL വിഭാഗത്തെ ഒന്ന് തരംതിരിക്കാനായിട്ട് നമ്മുടെ ഗ്യാസ് ഏജൻസികൾ പൊതുവിതരണ ശൃംഖലയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതിനകത്ത് ഈ ഗ്യാസ് ഏജൻസി ചെയ്യുന്ന പോലെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധിവരെ ഇപ്പോൾ നല്ല ഉയർന്ന ജോലികളുള്ളവരും അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത നിലയിൽ ജീവിക്കുന്നവരായിട്ടുള്ളവരും ഇപ്പോഴും BPL കിടക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഗവൺമെൻറ്റിൽ കുറേയൊക്കെ മാറ്റിയെടുത്തെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എങ്കിലും കുറേ പേര് വീണ്ടും അതേ തന്നെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പുഴുവരിച്ച അരിയുടെ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, നദിയിൽ കൂടി ഒഴുകുന്ന മണൽ ഭൂരിഭാഗവും കെട്ടിട നിർമ്മാണത്തിനല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അരിയിൽ ചേർക്കാനാണ് ഉപയോഗിക്കുന്നത്. വളരെയധികം അരി മേടിച്ച ഒരു സപ്ലൈക്കോന്ന് അരി മേടിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വാങ്ങിച്ചതാണ്. അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നോക്കി കഴിയുമ്പോൾ 4 അരി എടുത്തിട്ട് അതിനകത്ത് ഏതാണ്ട് ഒരു 4/1 മണൽ. അതാണ് അല്ല എന്നാലും അത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ സാറേ. അത് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ നിത്യോപയോഗം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു റേഷൻ്റെ കാര്യം. പക്ഷേ നിത്യോപയോഗ മരുന്നുകൾ ഇപ്പോൾ ഇന്ന് കേരളത്തിലുള്ള 70% ആളുകളും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ഇങ്ങനെയുള്ള എല്ലാ, പിന്നെ അതുപോലെ ക്യാൻസർ അസുഖങ്ങളിലൊക്കെ അടിപ്പെട്ടിരിക്കുകയാണ്. അത്തരം മരുന്നുകൾ തന്നെയെങ്കിലും നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ അത് ഒരു ലഭ്യത വരുത്താനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് വിശദീകരിക്കാമെങ്കിൽ. മരുന്ന് ഇപ്പോൾ നമുക്ക് കുറേ അധികം മാവേലി മെഡിക്കൽസ് ഉണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നന്നായിട്ട് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. അതെ സാറേ, ഞങ്ങൾ പലപ്പോഴും ചെന്ന സമയത്ത് ഈ പറയുന്ന മരുന്നുകൾ പലതും ഇല്ല, ശരിയാണത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ഈ പഴവങ്ങാടിയിലെ മാവേലി മെഡിക്കൽസിൽ പോയി. അവിടെ എന്താണ് കുറവുള്ളതെന്ന് ഞങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. മറ്റ് പല സ്ഥലങ്ങളിലും എനിക്കറിയാം. ഞങ്ങളത് റിവ്യൂ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. നമ്മുടെ മാവേലി മെഡിക്കൽ സംവിധാനം കുറെക്കൂടി ഫലപ്രദമായി പ്രവർത്തിക്കാനും കുറെക്കൂടി വിവരമായ അടിസ്ഥാനത്തിൽ ജനങ്ങളിലേക്ക് അതിൻ്റെ പ്രവർത്തനം എത്തിക്കാനും നല്ല നിലയിൽ അത് നവീകരിക്കും. തീർച്ചയായും അതിനെ കാര്യക്ഷമമാക്കും. പെൻഷൻകാർ പലരും വന്നു കഴിയുമ്പോൾ അവർ ലിമിറ്റഡ് എമൗണ്ടും കൊണ്ട് വന്നും മെഡിക്കൽ ഷോപ്പ് ഇന്ന മരുന്നുകൾ മേടിക്കാനും കൊടുക്കും. ഇതില്ല ഇന്ന് പറഞ്ഞങ്ങ് മാറ്റി കഴിയുമ്പോൾ അവർ പിന്നെ വരത്തില്ല. വലിയൊരു പല കാരണങ്ങളുണ്ട് അതിൽ. അവിടെ മോളിൽ ഇരിക്കുന്നവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്.
അപ്പോൾ അത് ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അത് ഉടനടി തന്നെ ഞങ്ങളത് പരിശോധിക്കും. പിന്നെ പുഴുത്ത അരി കൊടുക്കുന്നതൊക്കെ പറയുന്നത് അത് എന്താണെന്ന് ഞങ്ങൾ പരീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ചാലയിലെ, ഞാൻ ആ മന്ത്രിയായ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചാലയിലെ ഹോൾസെയിൽ അരി ഡിപ്പോയിൽ ഞങ്ങൾ പോയി. നമ്മൾ ആഹരിക്കേണ്ട അരി സൂക്ഷിക്കുന്ന സ്ഥലത്തിൻ്റെ തരക്കേടൊക്കെ ഞങ്ങളവിടെ നേരിട്ട് ബോധ്യമായി. അവിടെ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും പൊട്ടി താഴ്ത്തി വീഴുന്ന അരി അതെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചാക്കിൽ. അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ വരുന്ന റേഷൻ കടക്കാരൻ്റെ കയ്യിൽ ഒരുത്തനെ കൊടുത്താൽ മതി. ഒരു റേഷൻ കടയിൽ കൊണ്ടുവന്ന് ഒരു 5 കിലോ അരി തുറന്ന് വെച്ചാൽ മതി. അതിൻ്റെ ദുർഗന്ധം ആ താലൂക്കിനൊട്ടാകെ അടിക്കും. റേഷൻ കട ഇത്തവണ കൊടുക്കുന്ന അരി മോശമാണ് എന്ന് പറഞ്ഞ് പരത്തിയാൽ പിന്നെ വേറെ കച്ചവടം നടക്കാം. ആ ഇടപാടൊന്നും ഇനി സമ്മതിക്കാൻ. ഈ പൊതുവിതരണ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ രൂക്ഷമായ വിമർശനങ്ങളും പരാതികളും പൊന്തി വരുന്ന ഒരു കാര്യം, 2 കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, റേഷൻ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ ഈ സമയത്ത് അതില്ലെങ്കിൽ പോലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞതായിരിക്കാം. ക്വാളിറ്റിയുടെ കാര്യത്തിലും അളവ് തൂക്കത്തിൻ്റെ കാര്യത്തിലും എനിക്ക് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, FCIയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. പലപ്പോഴും ഉപഭോക്താക്കൾ റേഷൻ കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുമ്പോൾ അയാൾക്ക് 5 കിലോ അരി കിട്ടേണ്ടുന്ന സ്ഥാനത്ത് 5 കിലോ തികച്ച് കിട്ടുന്നില്ല. അതിന് റേഷൻ കടക്കാരൻ പറയുന്ന മറുപടി, ഞങ്ങൾക്കിത് കൃത്യമായി ഹോൾസെയിലിൽ നിന്ന് കിട്ടുന്നില്ല. ഇത് ഹോൾസെയിലെ സമീപിക്കുമ്പോൾ ഹോൾസെയിലുകാരൻ പറയുന്നത്, ഞങ്ങൾക്ക് ഈ സാധനം FCIയിൽ നിന്ന് കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ള മറുപടി കിട്ടുമ്പോൾ ഉപഭോക്താക്കൾ ഈ വകുപ്പിനെ പല രീതിയിൽ വിമർശിക്കുകയും അതിന് മോശമായ ഒരു പ്രതികരണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആ സംവിധാനം ഒഴിവാക്കാൻ വേണ്ടി FCIയിൽ തന്നെ ഇതിൻ്റെ പരിശോധന കർശനമാക്കുവാൻ അങ്ങ് നടപടിയെടുക്കുമോ? ഒന്ന്, അതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുന്നതിലും അതിൻ്റെ അളവ് തൂക്കങ്ങൾ അവിടെ നിന്ന് കൃത്യമായിട്ടാണ് കിട്ടുന്നത് എന്ന് ഉറപ്പുവരുത്തുവാനും. അതിന് സാങ്കേതികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. നമ്മളൊരു പക്ഷേ അവിടെ പരിശോധിക്കാൻ ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്, നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിൽ പോലും അങ്ങ് ആ FCI അധികൃതരുമായും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റുമായി ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായും ഇതിന് ഇപ്പം നിലവിലുള്ള സംവിധാനത്തിന് ചെറിയ മാറ്റം വരുത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് എനിക്ക് പറയുന്നത്. അവിടെ ഒരു സംവിധാനം നിലനിൽക്കുന്ന ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട്, ആദ്യം വരുന്ന സാധനം ആദ്യം FCI വിതരണം ചെയ്യണം. കാരണം 10 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന സാധനം അവിടെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാസത്തെ അലോട്ട്മെൻറ്റുമായി ചെല്ലുന്ന ഒരു ഹോൾസെയിലർക്ക് അവിടെ നിന്ന് കൊടുക്കുന്ന സാധനം ആ 10 കൊല്ലത്തിന് മുമ്പ് വന്ന സാധനമാണ്. ഇപ്പോൾ ആ ഗോഡൗണിനകത്ത് നല്ല ഒന്നാന്തരം അരി അവിടെ ഇരിപ്പുണ്ട്, ഗോതമ്പ് ഇരിപ്പുണ്ട്. പക്ഷേ ഭക്ഷ്യയോഗ്യമായ ആ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് പകരം ഈ പറഞ്ഞതുപോലെ പുഴുക്കുത്തിയതും വളരെ മോശമായതുമായിട്ടുള്ള ഭക്ഷ്യധാനങ്ങൾ അവർ കൊടുക്കാൻ നിലവിലുള്ള ചട്ടപ്രകാരം അവർ നിർബന്ധിതമാണ്, നമ്മളെടുക്കാൻ ബാധ്യസ്ഥരുമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയെക്കുറിച്ച് അങ്ങ് പരിശോധിക്കണം എന്നുള്ളതാണ് ഒരാവശ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ റേഷൻ കടകളിൽ വരുന്ന ഈ സാധനങ്ങൾ അളവ് തൂക്കങ്ങൾ കൃത്യമായി അവർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവിടെ. പലപ്പോഴും ഈ ആരോപണങ്ങൾ മുഴുവൻ റേഷൻ കടക്കാരുടെ പുറത്തും മറ്റുമാണ് വരുന്നത്. ഇതിൻ്റെ യഥാർത്ഥ കാരണം അതല്ല. ഉറവിടം എന്ന് പറയുന്നത് FCI ആണ്. അവിടെ തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തുവാനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു കാര്യമായ പുരോഗതി ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, കുറേയൊക്കെ ശരിയുണ്ട്. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എവിടെയാണ് ഇതിൻ്റെ തരക്കേടെന്ന്, ഒരുപാട് വർഷം സർവീസിൽ നിന്ന ആളെന്ന നിലയിൽ. അപ്പോൾ അത് പ്രശ്നമുണ്ട്. FCIയിലാണോ ഹോൾസെയിലാണോ എന്ന പ്രശ്നമുള്ളൂ. FCIയിൽ പറയുന്ന ഇപ്പം ആദ്യം വന്ന അരി കൊടുത്തിട്ട് ആ നടപടിയൊക്കെ അവർ സ്വീകരിക്കും. പക്ഷേ എന്നാലും നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്തത് നമുക്ക് തരേണ്ട കാര്യമില്ല, നമ്മൾ എടുക്കേണ്ട ആവശ്യവുമില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിന് ഉച്ചക്കഞ്ഞിക്ക് കൊടുത്തത് പുഴുവുണ്ട്, ഞങ്ങളപ്പം തന്നെ ഇടപെട്ട് തിരിച്ചു കൊടുപ്പിച്ചു അത്. അപ്പോൾ അതിലൊക്കെ ഒരു വിട്ടുവീഴ്ചയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. FCIയുടെ അധികൃതരുമായിട്ട് ഞങ്ങൾ ആദ്യ റൗണ്ട് ചർച്ച നടന്നു, വീണ്ടും ഞങ്ങളൊരു ചർച്ച വെച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർമാർ പോകുന്നവർ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഉൽപ്പന്നം എടുക്കേണ്ടതില്ല. അതെന്ത് എന്ന് പറഞ്ഞാലും നമുക്ക് എടുക്കേണ്ടതില്ല. അതൊക്കെ കാര്യത്തിലൊക്കെ നമ്മൾ കർശനമായിട്ട് പരിശോധിക്കാം. പിന്നെ അളവ്, റേഷൻ കടക്കാർക്ക് അളവ് കിട്ടുന്നില്ല എന്നുള്ളത് ശരിയാണ്. അത് ചവിട്ട് എവിടെയൊക്കെ വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയാമല്ലോ. അതൊക്കെ ഏതായാലും എത്ര ഒട്ടിയാലും 4 മാസം കൂടി ചവിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഇടപാട് തീർന്നു. ആ ഇടപാട് അവസാനിക്കുകയാണ്. പുതിയ കുർത്തി എന്താ വിശേഷം? I can't believe this.
പിന്നെ ഇന്നെന്താ? ഇതാ എത്തി പുതിയ മികച്ച സൺലൈറ്റ്. കളകാട് അടങ്ങിയത്. വീണ്ടും വീണ്ടും കഴുകിയാലും നിറങ്ങളെ ശോഭയോടെ കാക്കുന്നു. പറയടോ ഇന്നെന്താ പ്ലീസ്. ഒന്നുമില്ല മണ്ട, ഇത് പഴയ കുർത്തിയാ. 3 വർഷം ഇടുന്നു. സൺലൈറ്റ്. കണ്ടില്ലേ, കുട്ടി വേഷത്തിലും ഹീറോ MCR. റെപ്കോ ടോട്ടൽ സ്ലീപ്പ് ഓഫർ. റെപ്കോ മാട്രസിനൊപ്പം തലയിണയും ബെഡ്ഷീറ്റും തികച്ചും സൗജന്യം. ഇത് രാംരാജ് പ്യൂർ കോട്ടൺ മുണ്ടാണ്. തുണിയും കോട്ടൺ, കരയും കോട്ടൺ. രാംരാജ് പ്യൂർ കോട്ടൺ കരമുണ്ടുകൾ. ഈ കേരളത്തിൽ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ എനിക്ക് തോന്നിയ ഏതാണ്ട് 150ഓളം സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ കേരളത്തിൽ ഒരു കാലത്ത് സജീവമായിരുന്നു. ഇന്ന് നമ്മൾ എറണാകുളത്ത് ഇവിടെ യാത്ര ചെയ്താൽ കാണാൻ പറ്റും. പല സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളും വാഹനങ്ങളും ഇന്ന് കേടായിട്ട് അതിനെ പുനരുദ്ധരിക്കാതെ കണ്ട് റോഡ് സൈഡിൽ കിടപ്പുണ്ട്. ഉദാഹരണത്തിന് ചേർത്തലയിൽ നിന്ന് കോട്ടയത്തേക്ക് 2 ബോട്ടുകൾ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം നിലച്ചു പോയിരിക്കുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഈ വാഹനങ്ങളും ഈ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദിത്വമാണോ അതോ അതിന് ശ്രദ്ധയില്ലാത്തതാണോ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പുനരുദ്ധരിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ, ജനങ്ങളുടെ വീടിന് മുമ്പിൽ ഈ വസ്തുക്കൾ എത്തിച്ചുകൊണ്ടിരുന്ന ആ അവസ്ഥയിൽ നിന്നും ഇന്ന് മാവേലി സ്റ്റോറുകളിലേക്ക് പോലും ജനങ്ങൾക്ക് അടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇതിനെ പുനരുദ്ധരിക്കാനായിട്ട് അങ്ങ് അടിയന്തരമായ നടപടി സ്വീകരിക്കുമോ? മാവേലി സ്റ്റോറിലേക്ക് കഴിഞ്ഞ നാടുകളിലെ ആളുകൾ വരാതിരിക്കുന്ന ഒരു സ്ഥിതി കൊണ്ട് ഉൽപ്പന്നങ്ങളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അന്നൊന്നും വലിയ മാധ്യമങ്ങളൊന്നും ആയിട്ട് ഇടപെട്ടും ഞാൻ കണ്ടില്ല. ഞങ്ങളൊക്കെ അസംബ്ലി അതിനെക്കുറിച്ച് കൈരളി ഒരു പ്രോഗ്രാം നടത്തിയ തലകുത്തം അറിയുമ്പോഴും വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു അതിൻ്റെ ഗൗരവത്തോടെ മാധ്യമങ്ങൾ ഇടപെട്ടത്. പയറ്, വൻപയർ, കടല ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് സാധനങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തത്. ഈ ഗവൺമെൻറ് വന്നു, ഞങ്ങളുടെ അടുത്ത് നിലപാട് എന്താണ്? 13 സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് ഇനി ഈ ഗവൺമെൻറ് കാലാവധി അവസാനിക്കുന്നവരെ നയ പൈസയുടെ വർധനവ് വരുത്തില്ല. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യും. ഇന്ന് വരെ ഞങ്ങൾ മറ്റൊരു ഉൽപ്പന്നത്തിന് ഒരു വില കൂട്ടിയില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് സബ്സിഡൈസ്ഡ് ഉൽപ്പന്നങ്ങൾക്ക് മാത്രമല്ല നോൺ സബ്സിഡൈസ്ഡ് ഉൽപ്പന്നങ്ങൾക്കും ഇതുവരെ വില കൂട്ടിയില്ല. വലിയ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റേതായ ബാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ നന്നായിട്ട് ആ മേഖലയെ പ്രവർത്തിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നിരവധി ഇപ്പോൾ കേരളത്തിലെ 38 പഞ്ചായത്തിൽ മാവേലി സ്റ്റോറില്ല. 4 ഇപ്പോൾ ഉടനെ ഉദ്ഘാടനം ചെയ്യും. ബാക്കിയുള്ള സ്ഥലത്തും ഞങ്ങൾ ഓണച്ചന്ത നടത്തും. അതാണ് തീരുമാനം. ഇപ്പോൾ നിരവധി MLA-മാർ പുതിയ മാവേലി സ്റ്റോർ തുടങ്ങണം, സൂപ്പർ ബസാർ തുടങ്ങണം എന്ന ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാവുന്ന സ്ഥലങ്ങളിലൊക്കെ മറ്റ് മാവേലി സ്റ്റോറുകൾ തൊട്ടടുത്തുള്ളത് പരിക്കേക്കാതെ നിലനിൽക്കാൻ കഴിയുന്ന ഏരിയ ആണെങ്കിൽ അതൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ ശൃംഖല വിപുലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ന്യായമായ ഒരു മാർക്കറ്റ് ഇടപെടൽ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഇടപെടൽ നടത്തി പൊതു മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചുകൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ താങ്കൾ പറഞ്ഞത് ഒരു സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളൊക്കെ ഞങ്ങൾ പരിശോധിക്കാം. പലയിടത്തും നോക്കിയിട്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കുമ്പോൾ 1.57 കോടി ജനങ്ങൾക്ക് മാത്രമാണ് ഇതിൽ പങ്കാളികളാക്കാനും ഭക്ഷ്യധാന്യം ലഭിക്കുകയും ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അത്രയും ആളുകൾക്ക് മാത്രമേ ഭക്ഷ്യധാന്യം നൽകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ബാക്കി ഈ പദ്ധതിയിൽ നിന്നും പുറത്താകുന്ന 1.5 കോടി ജനങ്ങളുണ്ട്. അവർക്കും കൂടി റേഷൻ ലഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കൂ. അടുത്തതായിട്ട് പപ്പടത്തിൽ വരെ മായം ചേർക്കുന്ന കാലഘട്ടമായത്. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പപ്പടത്തിൽ മായം ചേർക്കുമ്പോൾ അത് ഈ സാധാരണ നാട്ടിൻപുറത്തെ പപ്പട നിർമ്മാതാക്കളല്ല ഇത് ചെയ്യുന്നത്, വൻകിട ഫാക്ടറികളാണ്. അതുകൊണ്ട് ഈ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി മാലിന്യം ഇത് ചേർക്കുന്ന ആളുകളെ കണ്ടെത്തി ശിക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. പ്രധാനമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സിവിൽ സപ്ലൈസ് വകുപ്പ് അങ്ങ് മന്ത്രിയായതിനു ശേഷം ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അഴിമതി നടത്തിയിരുന്ന പല ഉദ്യോഗസ്ഥന്മാരും അഴിമതിയിൽ നിന്ന് പിന്മാറി തുടങ്ങി. പക്ഷേ ഇപ്പോഴും ചില ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് അഴിമതി നടത്തുകയും കരിഞ്ചന്തയെ പ്രോത്സാഹിപ്പിക്കുകയും മാസപ്പടി വാങ്ങുകയും ചെയ്യുന്ന
ഉദ്യോഗസ്ഥരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കുവാൻ അങ്ങ് തയ്യാറാകുമോ? ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഒരു തരത്തിലുള്ള അഴിമതിയും ഈ രംഗത്ത് സമ്മതിക്കില്ല. അത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമാണ്. അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും. അതാരാണെങ്കിലും, ഏത് കൊലകൊമ്പനാണെങ്കിലും കർക്കശമായ നടപടി സ്വീകരിക്കും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര. പിന്നെ താങ്കൾ പറഞ്ഞ പ്രശ്നം, ഈ മായം നമ്മുടെ സ്റ്റേറ്റാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മായം ഭക്ഷ്യസാധനങ്ങൾ കലർത്തുന്നത് ഇവിടെ ആയിരിക്കാം എന്നാണ് തോന്നുന്നത്. അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കണം. അതിന് ഞങ്ങളുടെ ഭക്ഷ്യവകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി ആ വകുപ്പ്, ആരോഗ്യവകുപ്പ് മന്ത്രി ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലാബുകൾ ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് എറണാകുളമെങ്കിൽ എറണാകുളത്തും കോഴിക്കോടും കൂടി ലാബ് തുടങ്ങാൻ ഞങ്ങൾ പ്രപ്പോസൽ വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറെ കൂടി കർക്കശമാക്കും മൊബൈൽ ലാബുകൾ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ഉൽപാദന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനുള്ള ശ്രമങ്ങൾ നടത്താം. ഫുഡ് സേഫ്റ്റിയെ വകുപ്പാണ് ഏറ്റവും ഭംഗിയായിട്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട. അവരെ കൊണ്ടും ഞങ്ങൾ ഇടപെടിക്കാം. പിന്നെ ഭക്ഷ്യസുരക്ഷ ഈ പറയുന്നത് ശരിയാണ്, ഒരു വലിയ വിഭാഗം പുറത്താകുന്നുണ്ട്. അവർ മുമ്പ് APL വിഭാഗത്തിന് SS നമ്മളൊരു വിഭാഗത്തിന് നമ്മളോട് കൊടുക്കുമായിരുന്നു. ആ വിഭാഗം അതുപോലെ ഈ മുൻഗണനാ ഇതര പട്ടികയിലെ ആ പറയുന്ന വിഭാഗത്തിന് കൂടി നമുക്ക് അരി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മൾ സ്റ്റേറ്റിൽ നമ്മൾ തീരുമാനം ഉണ്ടാകണം. അതനുസരിച്ച് നമുക്ക് സെൻറ്റർ സഹായിക്കണം. നമുക്കിപ്പോൾ അഡ്ഹോക്ക് അലോട്ട്മെൻറ്റ് ഇപ്പോൾ തന്നിട്ടില്ല, തരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ എന്നാൽ മാത്രമല്ല, നമുക്ക് മുമ്പ് തരുന്ന അളവിൽ തരുന്നില്ല അരി. പക്ഷേ ഇടപെടൽ കൊണ്ടാണ് കുറപ്പിച്ചിരുന്നത് മുമ്പൊക്കെ, അല്ലേ? അത്തരത്തിലുള്ള കേന്ദ്രത്തിന് അലോട്ട്മെന്റ് തരണം. കേന്ദ്രത്തിന് അലോട്ട്മെന്റ് മുമ്പ് നമുക്ക് തരുന്ന 16 ലക്ഷം മെട്രിക് ടൺ എന്നുള്ളത് തരണം. അങ്ങോട്ട് വന്നാൽ നമുക്ക് ഇതൊക്കെ സുഖമായിട്ട് ചെയ്യാൻ കഴിയും. 55 മിനിറ്റ് ആയി കേട്ടോ. നമുക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ റേഷൻ കടകളെ പിന്നെ സമീപിക്കുന്നത് അധികവും പാവപ്പെട്ട ജനങ്ങളാണ്. അതിൽ വളരെ അജ്ഞത, ഈ കൺസ്യൂമർ എന്ന നിലയിലുള്ള അജ്ഞതയുള്ളൊരു ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് എന്തൊക്കെ എനിക്ക് ലഭിക്കുമെന്ന് പലർക്കും അറിയില്ല. മുമ്പൊക്കെ ആണെങ്കിൽ സിവിൽ സപ്ലൈസ് പിന്നെ ഈ പത്രത്തിൽ കൂടെ പരസ്യം ചെയ്യുമായിരുന്നു, കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത് കാണാറില്ല. അത് പത്രങ്ങൾ ഇടാത്തതാണോന്നും എനിക്കറിയില്ല. എന്തായാലും കൊടുക്കുന്നുണ്ടാവും, ഞാൻ പത്രങ്ങളിടാത്ത. അപ്പോൾ എനിക്ക് ഒരു സജഷൻ ഉള്ളത്, ഈ റേഷൻ കടയിൽ തന്നെ പിന്നെ ഈ ആഴ്ച ഒരു ഉപഭോക്താവിന് ലഭിക്കുന്നത് എന്താണ് എന്ന് 5 കിലോ അരി അല്ലെങ്കിൽ 1/2 ലിറ്റർ മണ്ണെണ്ണ, ഇത്തരം സാധനങ്ങൾ അയാൾ ഹാൻഡ് റിട്ടൺ മതി, വേറെ ഒന്നും വേണ്ട, സ്വന്തം കൈപ്പട കൊണ്ട് എഴുതി വെച്ചാലും മതി. ആ ഒരു സാധനം ഒരു ഫോർമാറ്റ് സിവിൽ സപ്ലൈസ് വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ ഓരോ ആഴ്ചയും പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ ഉപഭോക്താവിന് അറിയാൻ കഴിയും. അപ്പം തന്നെ അഴിമതി പകുതി കുറയും. ഇതിപ്പോൾ അയാൾക്ക് എത്ര അരി കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഹോൾസെയിലറുടെ സ്റ്റേജിൽ തന്നെ തട്ടിക്കൊണ്ട് പോകുന്ന റേഷൻ കടയിൽ ബോർഡുണ്ട്, അവിടെ ഇപ്പോൾ ഇടുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ ഇടാതിരിക്കുന്നുണ്ടാവും. അവിടെയാണ് നമ്മളൊരു സമൂഹത്തിൻ്റെ ഇടപെടൽ ആവശ്യം. ഉദ്യോഗസ്ഥന്മാരെ മാത്രം വിചാരിച്ച് കാര്യങ്ങളെല്ലാം 100% ചെയ്യാൻ സാധിക്കില്ല. അതിന് മാത്രം നമുക്ക് ഉദ്യോഗസ്ഥന്മാരും ഇല്ല. അവിടെ ഒരു സോഷ്യൽ അവയർനെസ് ഉണ്ടാകേണ്ടതൊക്കെ ഈ രംഗത്താണ്. സമൂഹം ഇടപെടണം, ജനങ്ങൾ ഇടപെടണം അക്കാര്യത്തിൽ. ഞങ്ങളിവിടെ മാസത്തിൽ ആദ്യം അലോട്ട്മെൻ്റ് ആകുമ്പോൾ തന്നെ പത്രത്തിൽ കൊടുക്കുന്നുണ്ട്, മറ്റ് മീഡിയയിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ലോക്കലായിട്ടും കൊടുക്കണം എന്നിപ്പോൾ DSOമാരോട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ചോദിച്ചത്. അവയ്ക്കെല്ലാം ന്യായമായ മറുപടി പറയാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെയും പൊതുപ്രവർത്തകരുടെയും ഈ രംഗത്ത് നിലകൊള്ളുന്ന ARDയുടെ സംഘടനാ ഭാരവാഹികളുടെയും എല്ലാം നല്ല സഹായം ഇനി അങ്ങോട്ടുള്ള വലിയൊരു ചേഞ്ചാണ് നമ്മൾ വരുത്താൻ പോകുന്നത്. നമ്മുടെ സ്റ്റേറ്റിൽ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഈ സ്റ്റേറ്റിൻ്റെ മൊത്തത്തിലുള്ള ജീവിതത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും നമുക്ക് ഈ മേഖല സുതാര്യമാക്കണം. അതോടൊപ്പം സപ്ലൈക്കോടെ പ്രവർത്തനങ്ങളും കുറേ കൂടി കാര്യക്ഷമമാക്കണം. ഞങ്ങളതിന് നല്ല ഇടപെടൽ നടത്തുകയാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കേണ്ടത്, നമ്മുടെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് നന്നായിട്ട് വിപണനം ചെയ്യാൻ കഴിയണം. അതോടൊപ്പം നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ന്യായവിലയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയണം.
അവർക്ക് ന്യായവിലക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമ്പോഴാണ് ഒരു ഗവൺമെൻറ് ഉണ്ടാകുന്നു ഇവിടെ ഉണ്ട് എന്നൊരു ഫീലിംഗ് അവർക്കുണ്ടാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് നല്ല സപ്പോർട്ടാണ് ഈ വകുപ്പിനുള്ളത്. ആ സപ്പോർട്ട് എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചുകൊണ്ട് വളരെ ഫലപ്രദമായി ഞങ്ങൾ ഈ രംഗത്തെ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മിനിസ്റ്റർ ഓൺ എ മിഷൻ്റെ മറ്റൊരു സഫലമായ ലക്കം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ പി തിലോത്തമന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ചർച്ചയെ തങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ അതിഥികൾക്കും നന്ദി പറയുന്നു. നമസ്കാരം.